ഉണ്ണി യേശു മിശിഹ കർത്താവിൻ്റെ അത്ഭുത വിടുതലിൻ്റെ ഈ തീർത്ഥാടന ദേവാലയത്തിൽ ശ്രീകണ്ഠാപുരത്ത് നിന്ന് ഈ സന്ദേശം അറിയിക്കുന്നു. ദൈവകരുണയുടെ മാതാവിൻ്റെ ഈ പ്രത്യേക സ്നേഹവും പരിപാലനയും ശ്രദ്ധയും എല്ലാം ഞങ്ങൾക്ക്, എനിക്കും ഈ ഇടവക സമൂഹത്തിനും ഞങ്ങളുടെ കൊച്ചച്ഛനും ഒക്കെ നൽകുന്നതിനെ ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. ദൈവകരുണയുടെ മാതാവിനെക്കുറിച്ച് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന എല്ലാ വ്യക്തികളോടും ദൈവകരുണയുടെ മാതാവിനെക്കുറിച്ച് പറയും. ആ ദൈവകരുണയുടെ മാതാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയുടെ തടാകമാണെന്ന് എനിക്ക് വ്യക്തി ജീവിതത്തിലും പൊതുവായിട്ടുള്ള അവസരങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചോദിക്കാതെ തന്നെ എല്ലാം തടുത്തുകൂട്ടിത്തരുന്ന പരിശുദ്ധാത്മാവ് കൂടെയുള്ള പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയ ഭർത്താവായ യോസേപ്പ് പിതാവിനോട് ചേർന്ന് ഉണ്ണീശോയ്ക്ക് ഈ ഒരു സ്വർഗീയ പുൽക്കൂട് ഈ ഭൂമിയിൽ ശ്രീകണ്ഠാപുരത്ത് ഒരുക്കാൻ, ഉണ്ണീശോയ്ക്ക് ഒരു തീർത്ഥാടന ദേവാലയം പണിയാൻ ഒരുങ്ങുമ്പോൾ അമ്മ അതെല്ലാം ജാഗ്രതയോടെ എല്ലാം ഞങ്ങൾ എത്താത്തടുത്ത് കൈ നീട്ടി തന്ന് എൻജിനീയർമാരെയും ആവശ്യമായിട്ടുള്ള എല്ലാ വ്യക്തികളെയും കൊണ്ടുവന്ന് തരുന്ന വലിയ അനുഭവം എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തിന്മയെ കീഴടക്കാൻ അമ്മയാണ്, പരിശുദ്ധ അമ്മയാണ് ഏറ്റവും വലിയ ഉപകരണം. യോസേപ്പ് പിതാവിനോടുകൂടി ഉണ്ണിമിശിഹായുടെ ദേവാലയം പണിയാൻ ഒരുക്കുന്ന വലിയ അത്ഭുതാവഹമായ ഇടപെടലിനെ ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നന്ദി പറയുന്നു. നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവയായ ദൈവകരുണയുടെ മാതാവേ, ദൈവകരുണ ഞങ്ങളിൽ നിറയാൻ അമ്മയെ പ്രാർത്ഥിക്കണേ. ഈ പ്രാർത്ഥന ചൊല്ലിയാണ് തിന്മയുടെ അടിമകളായിട്ട് വരുന്നവർക്ക് ഞാൻ ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തും എഴുതി കൊടുത്തും അവർ രക്ഷപ്പെടുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു വിടുമ്പോൾ വിടുതൽ കിട്ടാത്ത ഒരു രോഗികൾ പോലും എൻ്റെ മുമ്പിൽ നിന്ന് പോയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അവർ പിന്നെയും വരുന്നു, വേറെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരുന്നു. അപ്പോൾ ഈ ദൈവകരുണയുടെ തടാകത്തിലേക്ക് മുങ്ങിക്കുളിപ്പിക്കാനായി അമ്മ ഒരുക്കുന്ന ആ കൃപയുടെ സാഗരത്തിലേക്ക് ദൈവമേ, എന്നെയും ചേർത്ത് വെച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഈ ഇടവകയെ ചേർത്ത് വെച്ചതിന്, ഞങ്ങളുടെ കൊച്ചച്ഛനെ ചേർത്ത് വെച്ചതിനും, മാർട്ടിൻ പറമ്പിലച്ഛനെ ചേർത്ത് വെച്ചതിന് എല്ലാം നന്ദി പറയുന്നു. അമ്മയുടെ തിരുനാൾ വരികയാണല്ലോ. നാളെ ഞായറാഴ്ച, ദൈവകരുണയുടെ ഞായറാഴ്ച, അമ്മയുടെ പ്രത്യേകം ശനിയാഴ്ചത്തേക്ക് ഈ ആഴ്ചയിലൊക്കെ അമ്മ ഒരുപാട് അനുഗ്രഹം സ്വർഗത്തിൽ നിന്നും പുഷ്പങ്ങളായി നമുക്ക് ചൊരിഞ്ഞു തരും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. സിസ്റ്റർ ആഗ്നസിലൂടെ ഈ യോസേപ്പ് പിതാവിനോടുള്ള സ്നേഹവും ഭക്തിയും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതും എല്ലാം പരിശുദ്ധ അമ്മയാണ്. അമ്മയിലൂടെ പ്രവർത്തിക്കുന്നത് ഈശോ ആണല്ലോ, ദൈവമാണല്ലോ പ്രവർത്തിക്കുന്നത്. അതിനൊത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ദൈവകരുണയുടെ മാതാവിൻ്റെ ആ വലിയ കരുണ, സംരക്ഷണം, അർഹിക്കാത്ത സ്നേഹമാണല്ലോ കരുണ, അർഹിക്കാത്ത സ്നേഹമാണ് കരുണ. ആ കരുണ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്റർ ആഗ്നസിനും പ്രത്യേകം സ്തുതിയായിരിക്കട്ടെ. ആമേൻ.